ഭർത്താവുമായിട്ട് ഇപ്പോഴും ഒരുമിച്ച് കിടക്കണ ഭർത്താക്കന്മാരെന്ന കൈവക്കുക. അപ്പൊ ബാക്കിയുള്ളവരെടപ്പ കിടക്കണ ഇപ്പോഴും ഭർത്താവിന്റെ കൂടെ കിടക്കുന്ന പ്രായമുള്ളവരൊക്കെ ഒന്ന് കൈവക്കുക. പെണ്ണുങ്ങളൊന്ന് പൊക്കണം. അവസ്ഥ എവിടെ പൊക്കാനാ? ഓൾ അടുത്ത റൂമില്, ഭർത്താവ് അടുത്ത റൂമില്. ആമിന വാവും മാടി കിടക്ക. ഓ മക്കൾ നിങ്ങളിവിടെ കിടന്നോടാ. നീ എന്തിനാ പെണ്ണ് കെട്ടിയേ? നീ എന്തിനാ പെണ്ണ് കെട്ടിയേ? മക്കളുണ്ടെങ്കിൽ മക്കളുടെ ഭർത്താവിന്റെ കൂടെ കിടക്കും. നീ നിന്റെ ഭർത്താവിന്റെ കൂടെ കിടാ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രായമായി കഴിഞ്ഞാൽ വേറെ വേറെ കിടക്കരുത്. വാപ്പാ താങ്ങും തളലുമാകേണ്ടതപ്പോഴല്ലേ വാപ്പാ? നിന്റെ മക്കളെ പ്രസവിച്ചിട്ട് നിന്റെ വീട്ടിലെ സർവ്വ ജോലിയും ചെയ്ത് ഗ്ലാമറൊക്കെ പോയി തൊലിയൊക്കെ ചുളുങ്ങിപ്പോയ ആ സുന്ദരിയായിരുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യ, അവൾ ഇങ്ങനാകാ നീയല്ലേ കാരണം വാപ്പാ? എന്തൊക്കെ രോഗങ്ങളാ വാപ്പാ? അവളുടെ ശരീരം നെക്കി കൊടുക്കേണ്ടത്, തടകി കൊടുക്കേണ്ടത്, എണ്ണ തേച്ചു കൊടുക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമല്ലേ വാപ്പാ? ആ പ്രായം ചെന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിവാഹവികാരത്തിൽ തീർക്കാൻ മാത്രമല്ലല്ലോ പെണ്ണു, അവളെയല്ലേ അവളെ കൂടെ കിടത്തണ്ട്, അവളെ ഈ കൂടെ കിടത്തണ്ട് വാപ്പാ. പെങ്ങളെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടിട്ടാ നിന്റെ ഭർത്താവിന്റെ ഗ്ലാമർ മുഴുവനും പോയത്. നിന്നെയൊക്കെ പോറ്റാനാ, നിനക്കൊക്കെ ഭക്ഷണം തരാനാ ഗൾഫ് നാടുകളിൽ കടന്ന് അള്ളാഹു കൊടുത്ത ആയുസ് മുഴുവനും ചെലവഴിച്ചത്. നീ വെളുത്തു തുടുത്തിരിക്കുന്നത്, ഏസിക്കകത്തും റൂമിനകത്തും ഇരുന്നത് കൊണ്ടാണ്. നിന്റെ പ്രിയതമന്റെ കോലം ഇങ്ങനെയാകാനുള്ള കാരണം നിനക്കൊക്കെ വേണ്ടി ആയുസ് മാറ്റിവെച്ചതാ. ആ പാവപ്പെട്ടവന്റെ കൂടെ കിടക്കാ. സുഖമില്ലാതെ കിടക്കുമ്പോ ഒന്ന് ചെന്ന് കാലൊന്ന് തടകാ, കാലൊന്നു നെക്കാ. പടച്ചറപ്പേ, മനസ്സില്ലാത്ത ഉമ്മമാരേ, 65 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ തന്റെ ഭർത്താവിന്റെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുകയാണ്. എന്നിട്ട് നബി തങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഖദീജ എന്തേ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്തേ എന്നെ ഇങ്ങനെ നോക്കുന്നത്? യാ റസൂലല്ലാഹ്, എന്തൊരു ഗ്ലാമറാണ് നബിയേ, എന്ത് പ്രകാശമാ നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് 65 വയസ്സുള്ള ഭാര്യ ചോദിക്കുകയാ. പെങ്ങളെ, കല്യാണത്തിന്റെ ആദിരാത്രിയിൽ ചോദിക്കുന്നതിനേക്കാളും വലിയ സന്തോഷമാണ് പ്രായം ചെന്ന ഭർത്താവിനോട് പറയണം, നരച്ച മുടി നിങ്ങൾക്കൊരു അലങ്കാരമാ, എന്തൊരു ഗ്ലാമറായിക്കാ, നിങ്ങൾ എത്ര വലിയ സുന്ദരനാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് ഖദീജ പറയുന്നു, എന്തൊരു ഗ്ലാമറാ നബിയേ. ഖദീജ, 25 കൊല്ലമായില്ലേ എന്നെ കാണാൻ തുടങ്ങിയിട്ട്, 25 വർഷമായില്ലേ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് പോകാ സമയമായി നബിയേ, എന്റെ മരണമെടുത്തു നബിയേ. 25 വർഷമായി ഞാൻ അങ്ങയുടെ കൂടെ ജീവിക്കുകയാ. അങ്ങയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു വിഷമിക്കുന്ന കാര്യം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന ഭർത്താവിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുമ്പോ റസൂലുള്ളാഹി വാ പൊത്തിപ്പിടിച്ചിട്ട് പറയുന്നു, ഖദീജ, എന്നോട് പൊരുത്തം ചോദിക്കല്ലേ ഖദീജ. ഈ പൊരുത്തം ചോദിക്കുന്ന ഖദീജ ആരാണെന്നറിയോ? ഖിയാമത്ത് നാൾ വരെയുള്ള ഒരു പെണ്ണിനും അല്ലാഹു കൊടുക്കൂല. ഖിയാമത്ത് നാൾ വരെയുള്ള ഒരു പെണ്ണിനും കിട്ടാത്ത ഒരു പ്രതിഫലമാ ഖദീജയ്ക്കുള്ളത്. ഖദീജ ബീബിക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? സ്വർഗ്ഗത്തിലൊരു മുത്തുകൊണ്ടുണ്ടാക്കിയ കൊട്ടാരമാ. സ്വർഗ്ഗത്തിൽ ഒരാളും പോകാൻ കഴിയാത്ത
ഒരു സ്ഥലത്ത് ഒരു മുത്തുകൊണ്ടുണ്ടാക്കിയ മനോഹരമായ ഒരു കൊട്ടാരം ഖദീജയ്ക്ക് അള്ളാഹു പ്രതിഫലമായി കൊടുക്കുകയാ. എന്തിനെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ 25 വർഷം ജീവിച്ചിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ 25 കൊല്ലം ജീവിച്ചിട്ട് നബി തങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലാ. 15 വയസ്സ് കൂടുതലാ ഖദീജയ്ക്ക്. 25 കൊല്ലം നബി തങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ മുമ്പിൽ അതാ 25 വർഷത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. അല്ലാഹു അതിന് പകരം കൊടുക്കുന്ന പ്രതിഫലമാ. ആ ഖദീജ ബീവിയാണ് നബി തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നു, നബിയേ, മനസ്സു വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണേ നബിയേ, പൊരുത്തം ചോദിക്കല്ലേ ഖദീജ, പരാതിയില്ല ഖദീജ. ഖദീജ ബീബി റളിയല്ലാഹു തആല എഴുന്നേൽക്കുകയാ. നബി തങ്ങളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാ. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ഫാത്തിമയെ നോക്കണേ നബിയേ, എന്റെ ഫാത്തിമയെ നോക്കണേ നബിയേ. ഒരു ഉമ്മ കൂടെ വേണ്ട പ്രായമാ, ഒരു ഉമ്മ കൂടെ വേണ്ട സമയമാ. എന്റെ ഖദീജാനെ, എന്റെ ഫാത്തിമാനെ പൊന്നുപോലെ നോക്കണേ നബിയേ. അടിക്കല്ലേ, എന്റെ ജനാസ നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സമ്മതിക്കുകയാണ്. നിങ്ങളുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാളുണ്ടല്ലോ, എന്റെ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയണം നബിയേ. ഖിയാമത്ത് നാൾ വരെ ഖബറിനകത്ത് കിടക്കണമല്ലോ. നിങ്ങളില്ലാതെ പറ്റില്ല നബിയേ, നിങ്ങളില്ലാതെ ഖദീജയ്ക്ക് പറ്റില്ല നബിയേ. നിങ്ങളുടെ വിയർപ്പിന്റെ സുഗന്ധം എനിക്ക് വേണം നബിയേ. എന്റെ കഫം തുണിക്കകത്ത് വെക്കണം നബിയേ. സ്നേഹ ഭർത്താവുള്ളപ്പോ കാമുകനോട് ചാറ്റുന്നവൾക്ക് ഇതറിയില്ല. ഭാര്യ മരിച്ച 40 കഴിയുമ്പോ പെണ്ണ് കെട്ടുന്ന ഭർത്താവിന് ഇതറിയില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് ഭാര്യ പറയുകയാ, ഖബറിനകത്ത് കിടക്കുമ്പോഴും ആ സുഗന്ധമില്ലാതെ ഖദീജയ്ക്ക് കിടക്കാൻ പറ്റില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് സമ്മതിക്കുകയാ. ഖദീജ പറയുന്നു, 3 യാ റസൂലല്ലാഹ്, എന്റെ ഖബറിനകത്ത് ഇറങ്ങണേ നബിയേ. നിങ്ങളുടെ കൈ കൊണ്ട് വേണം എന്നെ ജനാസ ഇറക്കി വെക്കാൻ. നിങ്ങൾ വേണം എന്നെ മണ്ണിലിറക്കി വെക്കാ. നിങ്ങൾ വേണം മിൻഹാ ഖലഖിനാകും വഫിഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. മണ്ണ് വാരി വെക്കേണ്ടത് നിങ്ങളാ നബിയേ. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹ്ദി ഖദീജ, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ നബി തങ്ങളോട് പൊരുത്തം ചോദിച്ചു വസിയത്ത് ചെയ്തിട്ട് ഈ ലോകത്തോട് യാത്ര പറയുകയാ. പൊന്നുമോള് ഫാത്തിമ ഈ രംഗം കാണുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഖദീജ ബീബി എന്ന ഭാര്യയുടെ ജനാസ കുളിപ്പിക്കുകയാണ്. നബി തങ്ങളാണ് കുളിപ്പിച്ചത്, നബി തങ്ങളാണ് കുളിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂല് കഫം തുണിയാൻ, കഫം പൊതിയാ സമയമാകുമ്പോ അവിടത്തെ ഷാളെടുക്കുകയാ, അവിടുന്ന് ചുംബിക്കുകയാ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. ജനാസ ഖബറിലേക്ക് ഇറക്കുമ്പോ നബി തങ്ങൾ ഖബറിനകത്തിറങ്ങി ഖദീജാനെ അവിടുന്ന് ഖബറിലെ മണ്ണിലേക്ക് ഇറക്കി വെച്ചു. അവിടത്തെ കെട്ടുകൾ അടിച്ചു. റസൂലുള്ളാഹിയുടെ കണ്ണുനീരൊഴുകുകയാ. ഖദീജ ബീവിയുടെ കഫം തുണി പോലും നനയുകയാ.
മറന്നില്ല പെങ്ങള്. മരിക്കുന്ന കാലം വരെ ഖദീജ എന്ന് പറഞ്ഞ നബി തങ്ങളെ കരയുമായിരുന്നു. ഒരിക്കൽ ആയിഷ ബീബി റളിയല്ലാഹു തആല എപ്പോഴും ഖദീജയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ദേഷ്യം വന്നപ്പോ അവിടെന്ന് പറഞ്ഞു, ഈ കിളവിയോട് മാത്രം ഇത്ര സ്നേഹമെന്ത്, ഈ കിളവിയോട് മാത്രം ഇത്ര സ്നേഹമെന്ത്. എപ്പോ നോക്കിയാൽ ഖദീജ ഖദീജ ഖദീജ, വേറെ പെണ്ണുങ്ങളൊന്നുമില്ല. അല്ലാഹുവിന്റെ റസൂല് കരയുകയാ. എന്തിനാ കരഞ്ഞതെന്നറിയോ? തന്റെ ഖദീജാനെ കിളവി എന്ന് വിളിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞു. പെങ്ങള്, എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങളുടെ വഫാത്ത് അറിയുമല്ലോ. 63-ാമത്തെ വയസ്സിൽ ആയിഷ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടില് അല്ലാഹുവിന്റെ റസൂലിന്റെതാ അതാ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കാണുകയാ. തന്റെ വാപ്പ രോഗം പിടിച്ച് കിടക്കുമ്പോ ഫാത്തിമ ബീബി അലിയാർ തങ്ങളോട് അനുവാദം ചോദിച്ചു. വീട്ടിലേക്ക് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗം പിടിച്ച് കിടക്കുന്നത് കണ്ടപ്പോ ഫാത്തിമ കരയുകയാ. എപ്പോ ഫാത്തിമ വന്നാലും നബി തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. വാപ്പമാരേ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തല്ലേ. ഇതുപോലെ പെണ്ണിനെ ബഹുമാനിച്ച ഏതെങ്കിലും ഒരു മതമുണ്ടോ? ഫാത്തിമ എന്ന പൊന്നുമോള് വന്ന നബി തങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. പെങ്ങള്, നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കും ബാപ്പാ. തന്റെ പൊന്നാര മകളുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കുമായിരുന്നു. രോഗം പിടിച്ച് കിടക്കുന്ന നബി തങ്ങൾ ഫാത്തിമാനെ അടുത്ത് വിളിച്ചു. നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്തു. അല്ലാഹുവിന്റെ റസൂല് തന്റെ പൊന്നാര മകൾ അടുത്ത് വന്നിരുന്നപ്പോ അവിടെന്ന് പറഞ്ഞു, ഫാത്തിമ, വാപ്പാടെ മരണം അടുത്തു മോളെ. ഫാത്തിമ കരയുകയാ. തന്റെ പൊന്നാര മകളുടെ സങ്കടം കൊണ്ട് കരയുമ്പോ നബി തങ്ങൾ പിന്നെയും വിളിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ, ഉപ്പാന്റെ പുറകില് നീയാ മോളെ. അടുത്ത ഊഴം നിന്റെതാ ഫാത്തിമ. ലോകത്ത് മരണം പറഞ്ഞപ്പ ചിരിച്ചവളാ ഫാത്തിമ. അവസാനം ഫാത്തിമ കാണുകയാ, ഉമ്മ മരിച്ചത് കണ്ടവളാട്. വാപ്പ മരിക്കാൻ പോവുകയാണ്. ആയിഷ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ വഫാത്തിന്റെ വേളയിൽ കിടക്കുകയാ. ആയിഷ ബീബിയുടെ നെഞ്ചിലേക്ക് തല ചാർത്തി വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ